PMS, പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം, എല്ലാവർക്കും സുപരിചിതമായൊരു പദമാണിന്ന്. ആർത്തവത്തിന് മുമ്പുള്ള ദിവസങ്ങളിലോ ആഴ്ചകളിലോ സ്ത്രീകൾ പൊതുവായി അനുഭവിക്കുന്ന ശാരീരിക മാനസിക പ്രയാസങ്ങളെയാണ് PMS എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ ഏകദേശം 80% സ്ത്രീകളും PMSുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്. 100-ലധികം ലക്ഷണങ്ങൾ PMSൻ്റെ ഭാഗമായി നമുക്ക് പറയാവുന്നതാണ്. മുഖക്കുരു മുതൽ സൂയിസൈഡൽ ടെൻഡൻസി വരെ പല റേഞ്ചിലുള്ള ലക്ഷണങ്ങൾ സ്ത്രീകൾക്ക് പൊതുവെ കാണാറുണ്ട്. തലവേദന, മൈഗ്രെയിൻ, നീണ്ടു നിൽക്കുന്ന ക്ഷീണം, ഉറക്കം, പകലുറക്കം, രാത്രി ഉറക്കമില്ലായ്മ, കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പലതരത്തിലുള്ള ഫിസിക്കൽ ലക്ഷണങ്ങൾ വരാം. അതുപോലെ മാനസികമായിട്ടും ഒന്നിലും ഒരു ജീവിതത്തിലൊരു പ്രതീക്ഷ തോന്നാതിരിക്കുക, വളരെ വലിയതായിട്ട് ജീവിതത്തിലെ പ്രശ്നങ്ങൾ അനുഭവപ്പെടുക, ഒരു സോഷ്യൽ വിത്ഡ്രോവൽ, എല്ലാത്തിൽ നിന്നും ഒളിച്ചോടി റൂമിൽ അടച്ചിരിക്കാൻ തോന്നുക, ഒരു കോർഡിനേഷൻ ഡിഫിക്കൽറ്റീസ്, സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പോലും നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റാതെ വരിക, വല്ലാതെ ഒറ്റപ്പെടൽ തോന്നുക. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഏകദേശം പെൺകുട്ടികളും സ്ത്രീകളും ആഫ്റ്റർ 30 കുറച്ചുകൂടെ അധികം ഈ പ്രശ്നങ്ങൾ കാണപ്പെടാറുണ്ട്. അഡോളസെൻ്റ് ഏജ് ഗ്രൂപ്പിൽ പ്രായപൂർത്തിയായി ഒരു 20 വയസ്സിനോടനുബന്ധിച്ച കുട്ടികൾക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ തന്നെ കാണാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ PMSനുള്ള പ്രധാന കാരണങ്ങൾ? നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഹോർമോണൽ പ്രശ്നങ്ങൾ തന്നെയാണ് എന്നിരിക്കലും ബ്രെയിനിലുള്ള പലതരം കെമിക്കലിൻ്റെ വ്യത്യാസം, കൂടുതൽ അളവിലുള്ള സ്ട്രെസ് അനുഭവിക്കുക, ഭക്ഷണത്തിൽ അധികം സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ, കൂടുതൽ ഉപ്പ് ഉപയോഗിക്കുക, എരിവ് ഉപയോഗിക്കുക, വെള്ളം കുടിക്കൽ തീരെ കുറയുക, പച്ചക്കറികളും പഴങ്ങളും തീരെ കുറവ് ഉപയോഗിക്കുക, ഇതെല്ലാം ശരീരത്തിൽ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ്, അതായത് ശരീരത്തിൽ നീർക്കെട്ട് കൂടാൻ കാരണമാവുകയും ഇതെല്ലാം ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. ഉറക്കത്തിൻ്റെ കുറവും പ്രധാനമാണ്. നമ്മുടെ ഹോർമോണൽ ഡിസ്റ്റർബൻസ് പരിഹരിക്കുന്നതിൽ ഒരു 6-7 മണിക്കൂർ ഉറക്കം വളരെ പ്രധാനമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യാം? ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട ചെറിയ ചെറിയ മാറ്റങ്ങൾ തന്നെയാണ്. അതായത് ഭക്ഷണത്തിൽ ഇത്തരത്തിലുള്ള അമിതമായിട്ടുള്ള സ്പൈസി, സോൾട്ടി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുകയും കൂടുതൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത് ധാരാളം വെള്ളം കുടിക്കുക. ഒരു 7-8 ഗ്ലാസ് വെള്ളം കുടിക്കുകയും കൃത്യമായ സമയത്ത് അത് മൂത്രമൊഴിക്കുകയും ചെയ്യുക. മൂന്നാമത് സ്ട്രെസ്സ് വരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടാതെ, പ്രത്യേകിച്ച് ഈ ഒരു PMSൻ്റെ ഭാഗമായിട്ട് കൂടുതൽ സ്ട്രെസ്ഫുള്ളായിട്ട് അനുഭവപ്പെടുമ്പോൾ അത് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക. അതിൽ നിന്ന് ഒളിച്ചോടാതെ അത് എന്താണെന്ന് മനസ്സിലാക്കി കുറച്ച് സമയം ആ ഒരു സ്ട്രെസ്സിൻ്റെ കൂടെ ചിലവഴിക്കാൻ ശ്രമിക്കുക എന്നുള്ളതും പ്രധാനമാണ്. ലൈറ്റ് തെറാപ്പി, അതായത് ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും 1/2 മണിക്കൂർ, 20 മിനിറ്റോ 1/2 മണിക്കൂറോ എങ്കിലും നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് ചിലവിടുക എന്നുള്ളതും ഇത്തരത്തിലുള്ള നമ്മുടെ പലതരം ഗ്ലാൻഡ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഹോർമോൺസിനെ റെഗുലേറ്റ് ചെയ്യാനും സാധിക്കും.